ഹായ് എവരിവൺ, നമസ്കാരം. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസൊക്കെ അടുത്തെത്തിയല്ലേ? ടെൻഷനൊന്നും വേണ്ട. ഇന്ത്യൻ എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കോൺസെപ്റ്റുകൾ നമുക്കൊന്ന് വേഗത്തിൽ ഓടിച്ചു നോക്കാം. ഈ ഒരു ക്വിക്ക് റിവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എക്സാമിന് റെഡിയാണോ? നമുക്കൊരുമിച്ച് ഈ ടോപ്പിക്സൊക്കെ ഒന്നുകൂടി ബ്രഷപ്പ് ചെയ്തെടുക്കാം. ഈ ഓരോ ഏരിയയിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അതിനെങ്ങനെ കൃത്യമായി ഉത്തരം എഴുതാം എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും, ഉറപ്പാണ്. ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്ന 5 മെയിൻ ഏരിയാസ് ഇവയാണ്. 1. ഡെവലപ്മെന്റിന്റെ ബേസിക് കോൺസെപ്റ്റുകൾ. 2. എഗ്രികൾച്ചറും ഇൻഡസ്ട്രിയും. 3. ദാരിദ്ര്യവും സോഷ്യൽ സെക്യൂരിറ്റിയും. 4. എംപ്ലോയ്മെന്റും മൈഗ്രേഷനും. പിന്നെ അവസാനം ഇക്കണോമിക് പോളിസികളും ഇൻസ്റ്റിറ്റ്യൂഷൻസും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാമല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. വികസനത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ. ഇക്കണോമിക്സിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ആശയങ്ങളാണ്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സാമിന് സ്ഥിരം വരുന്ന ഒരു ചോദ്യമാണ്, എന്താണ് സാമ്പത്തിക വികസനം അഥവാ ഇക്കണോമിക് ഡെവലപ്മെന്റ്? നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഇത് സാമ്പത്തിക വളർച്ച അഥവാ ഇക്കണോമിക് ഗ്രോത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നതാണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വെറും GDP കൂടുന്നതാണ്. പക്ഷേ ഡെവലപ്മെന്റ് അങ്ങനെയല്ല. അത് GDP വളർച്ചയുടെ കൂടെ തന്നെ ആളുകളുടെ ജീവിത നിലവാരം, വിദ്യാഭ്യാസം, ആരോഗ്യം ഇതിലൊക്കെയുണ്ടാവുന്ന ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ചാണ്. ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് അളക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ടൂളാണ് HDI, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഇതിന് 3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. 1. അവിടുത്തെ ആളുകളുടെ ആയുർദൈർഘ്യം, സിംപിളായി പറഞ്ഞാൽ ഹെൽത്ത്. 2. വിദ്യാഭ്യാസം. 3. ആളോഹരി വരുമാനം, അതായത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ഈ 3 കാര്യങ്ങളും ചേരുമ്പോഴാണ് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ വികസനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇന്ത്യയുടെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജിയെക്കുറിച്ചുള്ള വളരെ ഫേമസായ ഒരു ഡിബേറ്റാണ് അമർത്യ സെന്നും ജഗദീഷ് ഭഗവതിയും തമ്മിലുള്ളത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അമർത്യ സെൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ആരോഗ്യം, വിദ്യാഭ്യാസം പോലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നാണ്. അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റിനാണ് പ്രയോറിറ്റി. പക്ഷെ ജഗദീഷ് ഭഗവതി പറയുന്നത് ആദ്യം നല്ല സാമ്പത്തിക വളർച്ച ഉണ്ടാകണം, എന്നിട്ടേ ഈ പറയുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊക്കെ പണം കണ്ടെത്താൻ പറ്റൂ എന്നാണ്. രണ്ടും 2 അപ്രോച്ചാണ്, അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇന്ത്യൻ എക്കണോമിയുടെ നട്ടെല്ല് എന്ന് തന്നെ പറയാവുന്ന 2 മേഖലകൾ, കൃഷിയും വ്യവസായവും. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ 2 പ്രധാനപ്പെട്ട ലാൻഡ് റവന്യൂ സിസ്റ്റംസാണ് സമീന്ദാരിയും മഹൽവാരിയും. ഇതിന്റെ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കണം. സമീന്ദാരി സിസ്റ്റത്തിൽ ഭൂമിയുടെ ഓണർ സമീന്ദാറാണ്. ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെന്റിന് കൊടുക്കേണ്ടതും സമീന്ദാറാണ്. ഇത് ഒരുപാട് കർഷക ചൂഷണത്തിന് കാരണമായി. എന്നാൽ മഹൽവാരി സിസ്റ്റത്തിൽ അങ്ങനെയല്ല. അവിടെ മഹൽ എന്ന് പറയുന്ന ഒരു ഗ്രാമം മൊത്തത്തിലാണ് ഭൂമിയുടെ ഉടമസ്ഥർ. അവർ കളക്റ്റീവായിട്ടാണ് ടാക്സ് അടച്ചിരുന്നത്. ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റെവല്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരേണ്ട ഒരു പേരാണ് HYV സീഡ്സ്, അതായത് ഹൈ യീൽഡിംഗ് വെറൈറ്റി വിത്തുകൾ. സാധാരണ വിത്തുകളെക്കാൾ പല മടങ്ങ് വിളവ് തരുന്ന ഈ വിത്തുകളായിരുന്നു ഹരിത വിപ്ലവത്തിന്റെ കാതൽ. ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ചത് പ്രധാനമായും ഈ വിത്തുകളാണ്. അടുത്തൊരു കോൺസെപ്റ്റാണ് ഇൻഡസ്ട്രിയൽ സിക്നസ്. എന്താണിത്? ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് തുടർച്ചയായി നഷ്ടത്തിലാവുകയും അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയാണിത്. ഇതിന് പല കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ പഴയ ടെക്നോളജി ആയിരിക്കാം, അല്ലെങ്കിൽ മാനേജ്മെന്റ് ശരിയല്ലാത്തതുകൊണ്ടാവാം. ഇതിന്റെ റിസൾട്ട് എന്താ? തൊഴിലില്ലായ്മ കൂടും, ബാങ്കുകളുടെ കിട്ടാക്കടവും വർദ്ധിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ എക്കണോമിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക വിഷയമാണ് ദാരിദ്ര്യം അഥവാ പോവേർട്ടി. ദാരിദ്ര്യം എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്? അതിനെ മറികടക്കാനുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയാണ്? ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ ദാരിദ്ര്യരേഖ അഥവാ പോവേർട്ടി ലൈൻ എന്ന് പറയുന്നത്? സിമ്പിളാണ്. ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ ഏറ്റവും മിനിമം ആവശ്യങ്ങൾ, അതായത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതൊക്കെ നിറവേറ്റാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ വരുമാനം, അതാണ് ദാരിദ്ര്യരേഖ. ഇന്ത്യയിൽ ഇത് പ്രധാനമായും കണക്കാക്കുന്നത് കലോറി ഇൻടേക്കിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഏറ്റവും ബേസിക്കായ ആവശ്യം ഭക്ഷണമാണല്ലോ. ഈ നമ്പറുകളൊന്ന് ഓർത്തുവെക്കുന്നത് നല്ലതാണ്. ഗ്രാമപ്രദേശങ്ങളിൽ ഒരു ദിവസം 2400 കാലോറിയും നഗരപ്രദേശങ്ങളിൽ 2100 കാലോറിയുമാണ് പോവർട്ടി ലൈൻ നിശ്ചയിക്കാനുള്ള ഒരു മാനദണ്ഡം. എന്തുകൊണ്ടാണ് ഗ്രാമങ്ങളിൽ കൂടുതൽ? കാരണം അവിടെ കായികാധ്വാനം കൂടുതലാണല്ലേ. ദാരിദ്ര്യത്തെ നമുക്ക് പ്രധാനമായും 2ആയിട്ട് തിരിക്കാം: അബ്സല്യൂട്ട് പോവർട്ടിയും റിലേറ്റീവ് പോവർട്ടിയും. അബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. എന്നാൽ റിലേറ്റീവ് പോവർട്ടി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് വരുമാനം കുറവായിരിക്കുന്ന അവസ്ഥയാണ്. അതായത് ഇത് ഇൻകം ഇനീക്വാലിറ്റി അഥവാ വരുമാനത്തിലെ അസമത്വത്തെയാണ് കാണിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകളിൽ ഒന്നാണ് MNREGS,
അതായത് തൊഴിലുറപ്പ് പദ്ധതി. ഇതിന്റെ 3 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഓർത്തുവെക്കണം. 1. ഓരോ ഗ്രാമീണ കുടുംബത്തിനും 1 വർഷം മിനിമം 100 ദിവസത്തെ തൊഴിൽ ഗ്യാരണ്ടി ചെയ്യുന്നു. 2. ഇത് അൺസ്കിൽഡ് ലേബറിനാണ്, അതായത് കായികാധ്വാനത്തിന് തയ്യാറുള്ള ആർക്കും ഇതിന്റെ ഭാഗമാവാം. 3. ഈ പദ്ധതി വഴി ഗ്രാമങ്ങളിൽ റോഡുകൾ, കുളങ്ങൾ പോലുള്ള ആസ്തികൾ നിർമ്മിക്കുന്നുണ്ട്. എന്താണ് ഫുഡ് സെക്യൂരിറ്റി അഥവാ ഭക്ഷ്യസുരക്ഷ? രാജ്യത്ത് ഒരുപാട് ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വെച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. എല്ലാ ആളുകൾക്കും എല്ലാ സമയത്തും പോഷകസമൃദ്ധമായ ആഹാരം വാങ്ങാനും കഴിക്കാനും പറ്റണം. അപ്പോൾ അതിന് 3 കാര്യങ്ങൾ പ്രധാനമാണ്. 1. ഭക്ഷണത്തിന്റെ ലഭ്യത, അതായത് അവൈലബിലിറ്റി. 2. അത് വാങ്ങാനുള്ള കഴിവ്, ആക്സസിബിലിറ്റി. 3. ആ ഭക്ഷണം ശരീരം ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യാനുള്ള സാഹചര്യം, അബ്സോർപ്ഷൻ. ശരി, അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. തൊഴിൽ, തൊഴിലില്ലായ്മ, കുടിയേറ്റം. ഒരു രാജ്യത്തെ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആശയങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അണ്ടർ എംപ്ലോയ്മെന്റ് അഥവാ അർദ്ധ തൊഴിലില്ലായ്മയെക്കുറിച്ച് നോക്കാം. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡിസ്ഗൈസ്ഡ് അണ്ടർ എംപ്ലോയ്മെന്റ്. അതായത് പുറമേ നോക്കുമ്പോൾ ജോലിയുള്ളതുപോലെ തോന്നും, പക്ഷെ സത്യത്തിൽ അവരുടെ ആവശ്യം അവിടെയില്ല. ഉദാഹരണത്തിന് 5 പേര് ചെയ്യേണ്ട ഒരു കാർഷിക ജോലി 10 പേര് ചേർന്ന് ചെയ്യുന്നത്. അതിൽ നിന്ന് 5 പേരെ മാറ്റിയാലും ഔട്ട്പുട്ടിൽ ഒരു മാറ്റവും വരില്ല. മറ്റൊന്നാണ് വിസിബിൾ അണ്ടർ എംപ്ലോയ്മെന്റ്. ഇത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരാൾക്ക് ഫുൾ ടൈം ജോലി ചെയ്യാനുള്ള കഴിവും ആഗ്രഹവുമുണ്ട്, പക്ഷേ പാർട്ട് ടൈം ജോലിയാണ് കിട്ടുന്നത്. അതാണ് വിസിബിൾ അണ്ടർ എംപ്ലോയ്മെന്റ്. എമിഗ്രേഷൻ അഥവാ കുടിയേറ്റം. ഒരാൾ സ്വന്തം രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് പോയി താമസിക്കുന്നതിനെയാണ് നമ്മളിത് പറയുന്നത്. ഇതിന് 2 വശങ്ങളുണ്ട്, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും. പോസിറ്റീവ് സൈഡ് എന്താണ്? അവർ നാട്ടിലേക്ക് അയക്കുന്ന പണം, അതായത് റെമിറ്റൻസസ്, ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഫോറിൻ എക്സ്ചേഞ്ച് കൂട്ടാൻ സഹായിക്കും. എന്നാൽ നെഗറ്റീവ് സൈഡ് എന്താണ്? നല്ല കഴിവുള്ള വിദ്യാസമ്പന്നരായ ആളുകൾ രാജ്യം വിട്ടുപോകുമ്പോൾ സംഭവിക്കുന്ന ബ്രെയിൻ ഡ്രെയിനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവസാനത്തെ സെഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. എക്കണോമിക് പോളിസീസും ഇൻസ്റ്റിറ്റ്യൂഷൻസും. ഇന്ത്യൻ എക്കണോമിയെ ഷേപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട നയങ്ങളും സ്ഥാപനങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ പ്ലാനിംഗ് ഹിസ്റ്ററിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്ലാൻ ഹോളിഡേയ്സ്, അതായത് 5 ഇയർ പ്ലാൻസ് നിർത്തിവെച്ച 3 കാലഘട്ടങ്ങൾ. ആദ്യത്തേത് 1966-69 കാലഘട്ടത്തിൽ, യുദ്ധവും വരൾച്ചയും കാരണം. രണ്ടാമത്തേത് 79-80 പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി കാരണം. പിന്നെ 90-92 സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന്. ഈ സമയങ്ങളിൽ വാർഷിക പദ്ധതികളാണ് നമ്മൾ നടപ്പിലാക്കിയത്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് 2 തരമുണ്ട്, FDIയും FIAയും. ഇതിന്റെ ഡിഫറൻസ് എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതാണ്. FDI എന്ന് പറഞ്ഞാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഒരു വിദേശ കമ്പനി നേരിട്ട് ഇവിടെ ഒരു ഫാക്ടറി തുടങ്ങുന്നത് പോലെ. ഇത് ലോങ് ടേം ആണ്, കൂടുതൽ സ്റ്റേബിളാണ്, തൊഴിലവസരങ്ങളുണ്ടാക്കും. എന്നാൽ FIA അഥവാ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പണം നിക്ഷേപിക്കുന്നത് പോലെയാണ്. ഇത് ഷോർട്ട് ടേം ആണ്, എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം, അതുകൊണ്ട് ഇത് കുറച്ച് വോളറ്റൈലാണ്. ഇന്ത്യൻ പ്ലാനിങ്ങിലെ ഒരു വലിയ മാറ്റമായിരുന്നു പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് വന്നത്. എന്താണ് പ്രധാന വ്യത്യാസം? പ്ലാനിംഗ് കമ്മീഷൻ ഒരു ടോപ്പ് ഡൗൺ ബോഡിയായിരുന്നു, അതായത് മുകളിലിരുന്ന് പ്ലാൻ ഉണ്ടാക്കി താഴേക്ക് കൊടുക്കുന്നു. പണം അനുവദിക്കുന്നതും അവരായിരുന്നു. എന്നാൽ നീതി ആയോഗ് ഒരു തിങ്ക് ടാങ്കാണ്. അതൊരു ബോട്ടം അപ്പ് അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത്. സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്ത് അവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന ഒരു ഉപദേശക സമിതിയായിട്ടാണിത് പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ക്വിക്ക് റിവിഷൻ ഇവിടെ കഴിയുകയാണ്. പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങൾക്കായി. നമ്മളിന്ന് പഠിച്ച ഈ കോൺസെപ്റ്റുകളൊക്കെ, അത് ഗ്രീൻ റെവല്യൂഷൻ ആയാലും ശരി, നീതി ആയോഗ് ആയാലും ശരി, ഇന്നത്തെ ഇന്ത്യൻ ഇക്കണോമിയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്നത് എക്സാമിന് നല്ല ഉത്തരങ്ങൾ എഴുതാൻ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവർക്കും പരീക്ഷയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും.